ഊബർ ബുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും? തീർച്ചയായിട്ടും കേക്ക് ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഓക്കെ സാർ. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ചാനലിൽ. അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തേക്കുന്നത് കസ്റ്റമർ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. കസ്റ്റമറെ കാണിച്ചു കൊടുക്കണം കേക്കിനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. കസ്റ്റമർ വലിയ ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് മിണ്ടാതെ പോയി. ചില കസ്റ്റമർ പറയാറുണ്ട് ലിക്കർ മേടിച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ഐ വോണ്ട് ബൈ ഇഫ് യു വോണ്ട്. നിങ്ങൾ വണ്ടിയിൽ കയറി നിങ്ങൾ ലിക്കർ വേണമെങ്കിൽ എടുത്തോ, പക്ഷെ ഐ വോണ്ട് ബൈ ലിക്കർ ഫോർ യു. ലിക്കർ സിഗരറ്റ് അത് പണ്ട് ചോദിക്കാറുണ്ടായിരുന്നു. ലിക്കർ ചോദിക്കുമ്പോൾ അവര് അങ്ങനെ ലിക്കർ മേടിച്ചിട്ട് വന്നോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് സാറേ 1/2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും, നല്ല തിരക്കാന്ന് പറയും. അപ്പൊ ആ ക്യൂ നിൽക്കണേന് തരാന്ന് പറഞ്ഞു. എത്ര രൂപ വരും? 50 രൂപ തരാന്ന്. 50 രൂപ 500 രൂപ ആണെങ്കിൽ ഞാൻ ഇപ്പൊ സെറ്റാക്കി തരാം. അപ്പൊ 500 രൂപ 2 കോടി മേടിക്കാം പോടാ. അങ്ങനത്തെ ചില കേസസ് ഉണ്ട്, പക്ഷെ ഇപ്പൊ കുറവാ അങ്ങനത്തെ കേസസ്. മൂന്നാറിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഈ ചില ഇതിൽ റിസോർട്ടിലൊക്കെ പോയി നിൽക്കുമ്പം നമുക്ക് എന്തെങ്കിലും കുപ്പി വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നാർ ടൗണിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് ഓട്ടോയിൽ കൊണ്ട് റിസോർട്ടുകളിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓട്ടോക്കാരുണ്ട്. അവരുടെ മെയിൻ പരിപാടി അതാ. അത് ഇവിടത്തെ പോലെ അവരെല്ലാ റിസോർട്ടുകളും നമ്പർ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഇവന് സാധനത്തിന് പൈസ ആദ്യമേ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഹോട്ടലുകാരായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇവർ കറയി മൂന്നാർ ടൗണിലാണ്. അവിടെ അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ, ബിവറേജ് ഉള്ളൂ, നടവേറൊന്നും ഇല്ലല്ലോ. അപ്പം മൂന്നാർ ടൗണിൽ അയാൾ അവിടെ പോയി വാങ്ങിക്കും. എന്നിട്ട് ആ ആൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ ഹോട്ടൽ 10-15 കിലോമീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല, പുള്ളി അവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സാധനം തരും. ഭയങ്കര സ്നേഹമായിരിക്കും, പൈസയും കൊടുക്കുക പുള്ളിക്ക്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവര് അതിനെന്താ മോശം എന്താ, ഒരു പണിയെടുക്കുന്നു. ഇനി അതല്ല, നീ ഹോളിഡേക്ക് വന്ന സമയത്ത് നീ 2 മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോവും. അപ്പൊ അങ്ങനെ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഊബർ ഡ്രൈവേഴ്സും അതുപോലെ ചെയ്യുന്നുണ്ട്. അല്ലെ, ഇതുപോലെ ജോബ് ഏറ്റവും കൂടുതൽ സ്വിഗ്ഗി സൊമാറ്റോ പിള്ളേരാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഈ മദ്യമൊക്കെ സ്വിഗ്ഗി വഴി വിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ, ഓൺലൈനായിട്ട് വിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ സിമ്പിളാണ്. പിടിച്ചുകൊണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ട് അല്ലേ? അതെ, കുറെ ആൾക്കാർക്ക് ജോലി ഉണ്ടാവും. I mean, especially സ്വിഗ്ഗിയില് അവിടെ 20 rupees ഡെലിവറി എക്സ്ട്രാ ചാർജ് ആണ്. 100 എക്സ്ട്രാ വാങ്ങിച്ചാലും സാധനം ആൾക്കാർ റെഡി ഉണ്ടാവും, അവർക്ക് ഇൻകം ആയി. ഗവൺമെന്റ് ക്യാൻ ഡു ദാറ്റ്. ഇൻകം ആയി. ഞാൻ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി പോയിട്ടുണ്ടായിരുന്നു. വേളാങ്കണ്ണി പോയപ്പോൾ ഒരു എർട്ടിഗാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഞാൻ ഊബർ ഓടുന്നതാണല്ലോ. 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഞങ്ങൾ ട്രിപ്പ് പോയതാണ്. അപ്പൊ അങ്ങനെ ഊബർ ബുക്ക് എർട്ടിഗ വന്നു. എർട്ടിഗ വന്നു കഴിഞ്ഞപ്പോൾ ചേർത്തലല്ലേ ചേട്ടൻ. ഞാൻ ചോദിച്ചു ചേട്ടാ എങ്ങനെയുണ്ട്, ഓട്ടോ എങ്ങനെയുണ്ട്? മോനെ റേറ്റ് ഒക്കെ കുറഞ്ഞ് എക്സെല്ലിൻ്റെ റേറ്റാണ്, നിനക്ക് എത്ര കാണിച്ചതെന്ന് പറഞ്ഞാൽ 400 rupees കാണിച്ചത്. അപ്പം എനിക്ക് എത്ര കിട്ടും? 250 അത്ര വില കിട്ടുള്ളൂ. അതായത് പള്ളുരുത്തിയിൽ നിന്ന് ജസ്റ്റ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ അറൗണ്ട് 600-700 rupees ഉണ്ടായിരുന്നതാണ്. ഈ സ്ഥാനത്ത് ഇങ്ങനെയായി. അപ്പോൾ പുള്ളി സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പനിയാണ് ആൾക്കാരുടെ അടുത്തൊക്കെ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താറുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ബാഗ് വന്നിട്ട് വീട്ടിലെ അച്ചാർ, വീട്ടിലെ അച്ചാർ 50 രൂപ. സൈഡ് ബിസിനസ് കയറുന്ന കസ്റ്റമറുടെ അടുത്ത് നെല്ലിക്ക അച്ചാർ അങ്ങനത്തെ മേടിച്ച് സൈഡ് ബിസിനസ് ആയത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഞാൻ ഇതിൽ കണ്ടായിരുന്നു പേപ്പറില് ഒരാള് സ്വിഗ്ഗി ഡെലിവറി ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂടാതെ ഹിൽ ബുട്ട് റെസ്യൂംസ് ഓൾസോ. അപ്പോൾ കമ്പനീസ് പോകാൻ സമയത്ത് പുള്ളിയുടെ റെസ്യൂം കൊടുക്കും. ഇന്ന് സോ ആൻഡ് സോ ദ കമ്പനി വിൽ ബെനിഫിറ്റ്. ഓക്കെ, ഹീസ് വർക്കിംഗ് ഓൾസോ ആൻഡ് ഈസ് ഗിവിങ് റെസ്യൂംസ് ഓൾസോ. സോ ഒരു ബെറ്റർ ഇതായിരിക്കും ഡെഫിനറ്റ്ലി. ഫാമിലി ടാക്സി ഡ്രൈവർ ഒരു നല്ലൊരു കമ്പനി സ്റ്റാഫാണെങ്കിൽ സോ ഐ ക്യാൻ ഗിവ് ഹിം മൈ റെസ്യൂം. സി ഐ എം വർക്കിംഗ് സോ ആൻഡ് സോ, ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. സോ ഹി വിൽ ലുക്ക് അറ്റ് മീ. Okay, yeah, he's working also and is efficiency also. അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട്.